അങ്ങനെ സമ്പൂർണ്ണ സാക്ഷരത അവകാശപ്പെടുന്ന നമ്മുടെ കേരളത്തിന് ലോകത്തിന്റെ മുമ്പിൽ തല കുനിച്ച് നിൽക്കാനായിട്ടുള്ള മറ്റൊരു ഇൻസിഡന്റ് കൂടി ഉണ്ടായിരിക്കുകയാണ്. രാം നാരായണൻ എന്ന ഛത്തീസ്ഗഡ് സ്വദേശിയെ പാലക്കാട് വാളയാറിൽ വെച്ച് കുറച്ച് RSS പ്രവർത്തകർ ചേർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തി. സോഷ്യൽ മീഡിയയിൽ മുഴുവൻ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ആ വീഡിയോ കണ്ടപ്പോൾ സത്യത്തിൽ എനിക്ക് ഓർമ്മ വന്നത് കുറച്ചധികം വർഷങ്ങൾക്ക് മുമ്പ് അട്ടപ്പാടിയിൽ ഭക്ഷണം മോഷ്ടിച്ചു എന്ന പേരിൽ കുറെ ആളുകൾ ചേർന്ന് കൊലപ്പെടുത്തിയ ഒരു 27-കാരന്റെ മുഖമായിരുന്നു. സ്വന്തം കുടുംബത്തിനെ പുലർത്താനായിട്ട് നാടും വീടും ഉപേക്ഷിച്ച് കേരളത്തിലേക്ക് വന്ന് അവസാനം കേരളത്തിലെ കുറച്ച് മതഭ്രാന്തന്മാരായ RSSകാരുടെ ആക്രമണത്തിന് അയാൾക്ക് കീഴടങ്ങേണ്ടി വന്നു. അതും ആക്രമണത്തിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അയാൾ ഒരു ബംഗ്ലാദേശിയാണ് എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നുള്ളതാണ്. ആ വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും ആക്രമിക്കുന്നവരുടെ കൈകളിലെല്ലാം ഉണ്ടായിരുന്ന ഒരു പ്രത്യേക പാർട്ടിയുടെ ചരട്. അത് കണ്ടാൽ തന്നെ ഊഹിക്കാം അയാൾ ഒരു മതഭ്രാന്തനാണ് എന്നുള്ളത്. ബംഗ്ലാദേശിയാണോ എന്ന ചോദ്യത്തിന് ഒരുപക്ഷെ ഭാഷ അറിയാത്തത് കൊണ്ടായിരിക്കാം ആ പാവം ഒന്നും തിരിച്ചു പറഞ്ഞില്ല. പക്ഷേ അതുകൊണ്ട് ആക്രമിക്കാൻ വന്നവർ ഉറപ്പിച്ചു ഇതൊരു ബംഗ്ലാദേശി മുസ്ലിം തീവ്രവാദി തന്നെ. ഇതിൻ്റെ പേരിൽ ഒരു പാവം മനുഷ്യന് സ്വന്തം ജീവൻ ബലി കൊടുക്കേണ്ടി വന്നു. പോസ്റ്റ്മോർട്ടം ചെയ്ത ഫോറൻസിക് സർജൻ പറഞ്ഞത് അടി കിട്ടാത്ത 1 ഇഞ്ച് ഭാഗം പോലും അയാളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണ്. വിശന്നിട്ട് ഭക്ഷണം മോഷ്ടിച്ചു എന്ന കാരണം കൊണ്ട് അന്ന് മധുവിനെ കൊന്നെങ്കിൽ ഇന്ന് സ്വന്തം കുടുംബത്തിന്റെ വിശപ്പടക്കാൻ വേണ്ടി നാട് വിട്ടു വന്ന ഒരാളെയാണ് ഈ വർഗീയവാദികൾ എല്ലാവരും ചേർന്ന് കൊന്നുകളഞ്ഞത്. UP മോഡൽ ഭരണം കേരളത്തിലും വരണം എന്ന് അലമുറയിട്ട് കരയുന്ന എല്ലാ നാണംകെട്ട സംഘപുത്രന്മാരോടും ചോദിക്കാനുള്ളത് ഒന്നേ ഉള്ളൂ. ഒരു മനുഷ്യനെ വെറും സംശയത്തിന്റെ പേരിൽ ആക്രമിച്ച് കൊലപ്പെടുത്താൻ നിനക്കൊക്കെ ആരാണ് ലൈസൻസ് തന്നത്? പട്ടിയെ കൊന്നതിനും പശുവിനെ കൊന്നതിനും ഒക്കെ അങ്ങ് നോർത്ത് ഇന്ത്യയിൽ നീയൊക്കെ കാണിച്ചു കൂട്ടുന്ന കാട്ടായങ്ങൾ കണ്ട് ആരും പ്രതികരിക്കുന്നില്ല എന്ന് വെച്ച് അമ്മാതിരി പരിപാടി കേരളത്തിലും കാണിക്കാമെന്ന് വിചാരിക്കരുത്. കാരണം ഇത് നോർത്ത് ഇന്ത്യ അല്ല. ഇവിടെ എന്ത് കാണിച്ചാലും ചോദ്യം ചെയ്യാൻ ആളുണ്ടാവും. നാട്ടിൽ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും വയസ്സായ ആൾക്കാർക്കും എതിരെ ഒരുപാട് ആക്രമണങ്ങളും അനീതികളും നടക്കുമ്പോൾ ഇവരുടെയൊക്കെ വായിൽ പിരിവെട്ടിയിരിക്കുമായിരിക്കും. പക്ഷേ ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ മാത്രം നിനക്കൊക്കെ എവിടുന്ന ഇത്രയും ചോരത്തിളപ്പുണ്ടാവുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ആൾക്കാരെ തമ്മിൽ അടിപ്പിക്കുകയും പരസ്പരം വിദ്വേഷം വളർത്തുകയും ആക്രമിക്കുകയും ചെയ്യുന്ന എല്ലാ ചാണക സംഖ്യകൾക്കും ശരിക്കും ഒരു പാഠമായിരിക്കണം ഈ കേസിലെ പ്രതികൾക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ. ഇത് കേരള ഗവൺമെൻറ്റിനോടുള്ള എൻ്റെ റിക്വസ്റ്റാണ്. ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്ക് ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ. നാളെ നിങ്ങളുടെ മുൻപിലും ജാതിയും മതവും പറഞ്ഞ് വിദ്വേഷം വളർത്താനായിട്ട് ഏതെങ്കിലും ഒരു സംഘപുത്രൻ വരികയാണെങ്കിൽ കാലിക്കിടക്കുന്ന ചെരുപ്പ് ഒരു മുഖത്തടിക്കണം എന്നാണ് എൻ്റെ റിക്വസ്റ്റ്. കാരണം നമ്മൾ ജാതിയും മതവും ഇല്ല ഒന്നാണ് എന്ന് പഠിച്ചു വളർന്നവരാണ്. അത് തന്നെയാണ് നമ്മുടെ ഐഡൻറ്റിറ്റിയും. നമ്മുടെ കേരളത്തിലും പതിയെ വേരൂന്നി വളരാൻ ശ്രമിക്കുന്ന RSS എന്ന ഈ വൈറസിനെ ഇല്ലാതാക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. ഇല്ലെങ്കിൽ നാളെ നമ്മുടെയും വേണ്ടപ്പെട്ടവർ ഇതുപോലെ റോഡിൽ അടികൊണ്ട് ചിലപ്പോൾ മരിച്ചു വീണെന്ന് വരും.